നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കഴിഞ്ഞ 4.5 മാസമായി തദ്ദേശ വികസന ഫണ്ട് മുടങ്ങിയതോടെ പ്രാദേശിക വികസനവും നിശ്ചലമായെന്ന് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗ് മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ നട്ടെല്ല് പണയം വെച്ചതായും മുൻ മന്ത്രി. സംസ്ഥാന സർക്കാർ തദ്ദേശ വികസന ഫണ്ട് അനുവദിക്കാത്ത മൂലം 1200 പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നിശ്ചലമായതായും MP രാജേഷ്. ഷൊർണൂരിൽ മുനിസിപ്പാലിറ്റിയുടെ 4,53 ലക്ഷം വീതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെതിരെ CPM-ന്റെ പ്രതിഷേധം. സംസ്ഥാന സർക്കാരിൻ്റെ അടിമകളെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈകാര്യം ചെയ്യുന്നവരെന്ന് P. മമ്മിക്കുട്ടി MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വാണിയംകുളത്തും ഒറ്റപ്പാലത്തും CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ. രാജ്യത്തെ മത്സര പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രോഫ് കോൺ ലീഡേഴ്സ് മീറ്റ്. PSC റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗന നിയമത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള താൽക്കാലിക ഉദ്യോഗ നിയമനങ്ങളിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ കണ്ടെത്താൻ നടപടി വേണമെന്നും ലീഡേഴ്സ് മീറ്റ്. AE അകാരണമായി സ്ഥലം മാറ്റാനുള്ള കോട്ടായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. കൃത്യനിർവഹണം കൃത്യമായി പാലിക്കുന്ന AE ഇരു മുന്നണികളും കോൺട്രാക്ടർമാരുടെ താൽപര്യപ്രകാരം മാറ്റാൻ ശ്രമിക്കുന്നതായും ആരോപണം. ഒറ്റപ്പാലം പാലപ്പുറത്തെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു. പാലപ്പുറം മുണ്ടന്തറ ശ്രേയസിൽ ശരത്തിന്റെ കാറാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 4.5 മാസമായി തദ്ദേശ വികസന ഫണ്ട് മുടക്കിയതോടെ പ്രാദേശിക വികസനവും നിശ്ചലമായെന്ന് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗ് മുൻ മന്ത്രി VD സതീശന് മുന്നിൽ നട്ടെല്ല് പണയം വച്ചതായും MP രാജേഷ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ തദ്ദേശ വികസന ഫണ്ട് അനുവദിക്കാത്തതുമൂലം 1200 പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നിശ്ചലമായതായും MP രാജേഷ് കൂട്ടിച്ചേർത്തു. പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗൻവാടികളിലെ പോഷകാഹാര വിതരണവും പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനവും നിലച്ചു. ബഡ്സ് സ്കൂളിലെ ജീവനക്കാർക്ക് വേതനം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ബഡ്സ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം നിലച്ചു. ആരോഗ്യ പരിരക്ഷ മുൻനിർത്തി LDF സർക്കാരാണ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഉച്ചയ്ക്ക് ശേഷവും OP ആരംഭിച്ചത്. ഫണ്ട് ലഭിക്കാതെ ആയതോടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രവർത്തനം നിലച്ചു. സർക്കാർ വീതം നൽകേണ്ടത് കൊണ്ട് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് വീതം ലഭിക്കാത്ത സ്ഥിതി വന്നതോടെ ലൈഫ് ഭവന പദ്ധതിയും തകിടം മറിഞ്ഞു. 4.5 മാസമായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനോ ക്രമീകരിക്കാനോ സർക്കാരിന് കഴിഞ്ഞില്ല. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഫണ്ട് അനുവദിക്കാതിരുന്നിട്ടും തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗ് ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. LDF സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയ തദ്ദേശ വകുപ്പ് അധ്യക്ഷന്മാരും ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ബക്കാടി മദ്യ കമ്പനിക്ക് നികുതി ഇളവ് നൽകാനുള്ള ഫയലിൽ ഒപ്പുവെച്ചത് 3 ദിവസം കൊണ്ടാണ്. ഇതിൽ നിന്നും സർക്കാരിൻ്റെ താൽപ്പര്യം തദ്ദേശ വികസനക്ഷേമ പ്രവർത്തനങ്ങളോടല്ലെന്ന് വ്യക്തമാണെന്നും രാജേഷ് പറഞ്ഞു. നോക്കൂ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് നിശ്ചലാവസ്ഥയിലാണ്, പരിപൂർണമായ സ്തംഭനത്തിലാണ്. അത് ജനങ്ങളെ ബാധിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണത് ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചതിലൂടെയാണ് അത് ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. അംഗനവാടി പോഷകാഹാര വിതരണം, അംഗൻവാടികളിലെ പോഷകാഹാര വിതരണം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. 1,07,000-ഓളം ആളുകൾ വീട് പൊളിച്ചിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ലൈഫിൻ്റെ തുടർഗഡു കൊടുക്കണമെങ്കിൽ ഓരോ തദ്ദേശ സ്ഥാപനവും 20% വീതം അവരുടെ വികസന ഫണ്ടിൻ്റെ, സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ടിൻ്റെ 20% ലൈഫിന് നീക്കിവെക്കേണ്ടതാണ്. എങ്ങനെ നീക്കിവെക്കും? ഫണ്ട് കൊടുക്കാതിരുന്നാൽ എങ്ങനെ നീക്കിവെക്കാൻ കഴിയും? അപ്പോൾ വീട് പൊളിച്ചിട്ടുള്ളവർ ഈ ഗഡു കിട്ടാതെ വലയുകയാണ്. അന്നത്തിൽ പോലും രാഷ്ട്രീയം കാണുന്നവരാണ് UDF സർക്കാരെന്ന് പൊതിച്ചോർ വിഷയത്തിൽ രാജേഷ് പ്രതികരിച്ചു. DYFI ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന മാനുഷിക പ്രവർത്തനങ്ങളാണ് ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം. അതിനെ ഇല്ലാതാക്കാൻ K. മുരളീധരൻ എന്നല്ല ആർക്കും കഴിയില്ല. അടുക്കളയിൽ ബീഫുണ്ടോ എന്ന് നോക്കുന്ന BJP-കാരൻ്റെ മാനസികാവസ്ഥയിലാണ് മുരളീധരൻ പെരുമാറുന്നത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ പോലും DYFIയെ അംഗീകരിച്ചുവെന്ന് മുരളീധരൻ ഓർക്കണമെന്നും MP രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ 4,53 ലക്ഷം വീതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെതിരെ ഷൊർണൂരിൽ പ്രതിഷേധവുമായി CPM. സംസ്ഥാന സർക്കാരിൻ്റെ അടിമകളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവരെന്നും അവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണെന്നും ടൗണിൽ നടത്തിയ മുനിസിപ്പൽ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയായിരുന്നു പി മമ്മിക്കുട്ടി MLAയുടെ പ്രസംഗം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വന്നവരാണെന്നും അവരാരും സംസ്ഥാന സർക്കാരിന്റെ അടിമകളല്ലെന്നും പി മമ്മിക്കുട്ടി MLA ഗണപ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അടിമകളല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം കൈകാര്യം ചെയ്യുന്നവർ. അത് ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അല്ലേ. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ജനകീയാസൂത്രണ പ്രസ്ഥാനം പദ്ധതി നടപ്പാക്കുക വഴി തന്നെ ഈ കേരളത്തിൽ പദ്ധതി വിഹിതത്തിൻ്റെ 28, 30, 40% വരെയുള്ള ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരവും കൊടുത്തിരുന്നു. സാധാരണ പറയാറുള്ള അധികാരവും സമ്പത്തും എന്നാണ്. ആ നിലയിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ശക്തിപ്പെട്ടു വന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ ഏറെക്കുറെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധ്യമായത്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ 4,53 ലക്ഷം വീതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെയാണ് CPM മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ ടൗണിൽ മുനിസിപ്പൽ ധർണ സംഘടിപ്പിച്ചത്. സർക്കാരിന്റെ ഈ നടപടി പിൻവലിക്കണമെന്ന ആവശ്യവുമായിരുന്നു. ധർണയിൽ CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല, നഗരസഭാ മുൻ ചെയർമാൻ MK ജയപ്രകാശ്, നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ സിന്ധു, വൈസ് ചെയർമാൻ VK അനുരാജ്, CPM കൊളപ്പുള്ളി LC സെക്രട്ടറി M സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ, രാജേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതിൽ CPM ഒറ്റപ്പാലം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തി എന്നുള്ളതാണ്. 35,750 കോടിയായിരുന്നു ബാലഗോപാൽ 3 മാസം 4 മാസം മുമ്പ് അവതരിപ്പിച്ച ബജറ്റിലുണ്ടായിരുന്ന സംസ്ഥാനത്തിന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് എന്ന് പറയുന്ന സംഖ്യ. ആ സംഖ്യ VD സതീശൻ മുഖ്യമന്ത്രിയായി പുതുക്കിയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് 30,370 രൂപയാക്കിയിട്ട് ചുരുക്കി 5,380 കോടി രൂപയുടെ കുറവ് ഏതാണ്ട് ഒരു 3-4 മാസം കൊണ്ട് നമ്മുടെ പ്ലാൻ ഫണ്ടിൽ വരുത്തി. അങ്ങനെ പ്ലാൻ ഫണ്ടിൽ വരുത്തിയപ്പോൾ ഏത് മേഖലയ്ക്കാണ് കുറവ് വരുത്തിയത്? പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. 1,500 കോടിയിലധികം രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം LDFന്റെ ആണോ? അതെല്ലാം CPMന്റേതാണോ? ഏരിയ കമ്മിറ്റി അംഗം MIA റസാഖ് അധ്യക്ഷത വഹിച്ചു. K രാജേഷ്, E രാമേന്ദ്രൻ, MK ജയസുധ, K അബ്ദുൽ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിയംകുളത്തും പഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം K ഭാസ്കരൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. പരമശിവൻ കാളകൂടവേഷം ഒഴുകിയപ്പോൾ അതൊരു സമൂഹത്തെ രക്ഷിക്കാനാണ് പരമശിവൻ കാളകൂടവേഷം ഒഴുകിയത് എന്നതുപോലെയല്ല, ഈ നാടിനെ നശിപ്പിക്കാനാണ് നരേന്ദ്രമോദി അർദ്ധരാത്രിക്ക് ഇരുന്ന് ജമ്മു കാശ്മീരിനെ വിഴുങ്ങി ഇന്റർനെറ്റ് പോലും നിരോധിച്ചുകൊണ്ടാണ് വിഴുങ്ങിയത്. പരമശിവന്റെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ല, അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ബാക്കി വരുന്ന 28 സംസ്ഥാനത്തെയും അതിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തെയും നമ്മളൊന്ന് മനസ്സിൽ കാണുക. ബാക്കി 27 സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകളും കേരളത്തിലെ ജീവിത സൗകര്യവും നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. എങ്ങനെയാണ് നമ്മൾ ഓർത്തു നോക്കുക? ഓർത്തു നോക്കാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നവരാണ് എന്ന് പറയുന്ന പത്രക്കാരാണല്ലോ കേരളത്തിൻ്റെ അധ്യാപകർ, പത്രക്കാരാണല്ലോ കേരളത്തിൻ്റെ മജിസ്ട്രേറ്റുമാർ. ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. KP സുധീർ, TP ഭാസ്കരൻ, M ഗോപാലകൃഷ്ണൻ, K ശ്രീജ,
എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ മത്സര പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രോഫ് കോൺ ലീഡേഴ്സ് മീറ്റ് ആവശ്യപ്പെട്ടു. PSC റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗ നിയമനത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള താൽക്കാലിക ഉദ്യോഗ നിയമനങ്ങളിൽ PSC റാങ്ക് ലിസ്റ്റുള്ളവരെ കണ്ടെത്താൻ നടപടി വേണമെന്നും ലീഡേഴ്സ് മീറ്റിൽ ആവശ്യമുയർന്നു. PSC റാങ്ക് ലിസ്റ്റുകളിലെ ഉദ്യോഗ നിയമനത്തിൽ കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള താൽക്കാലിക ഉദ്യോഗ നിയമനങ്ങളിൽ PSC റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ളവരെ കണ്ടെത്താൻ നടപടി വേണമെന്നും ലീഡേഴ്സ് മീറ്റ് ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 11, 12, 13 തീയതികളിൽ പാലക്കാട് നടക്കുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സെക്രട്ടറി റിഷാദ് അൽ ഹിക്കമി പൂക്കാടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം സ്റ്റുഡൻസ് ജില്ലാ പ്രസിഡന്റ് TA അഷ്റഫ് അൽ ഹിക്കമി അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള അൽ ഹിക്കമി, സുൽഫീഖർ പാലക്കാഴി, B അബ്ദുൽ മജീദ്, P ഷഫീഖ് അൽ ഹിക്കമി, സാജിദ് പുതുനഗരം, ഷാഫി അൽ ഹിക്കമി ഒറ്റപ്പാലം, റംഷാദ് ആലത്തൂർ, സൽമാൻ റഷീദ്, NM ഇർഷാദ് വാഴമ്പുറം, ഷാരിഖ് സൽമാൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. എടത്തനാട്ടുകര, അലനല്ലൂർ, മണ്ണാർക്കാട്, തച്ചമ്പാറ, ഒലവക്കോട്, പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, കൊപ്പം, പട്ടാമ്പി എന്നീ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ലീഡേഴ്സ് മീറ്റിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. AEയെ അകാരണമായി സ്ഥലം മാറ്റാനുള്ള കോട്ടായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ BJPയുടെ പ്രതിഷേധം. കൃത്യനിർവഹണം കൃത്യമായി ചെയ്യുന്ന AEയെ ഇരു രാഷ്ട്രീയ മുന്നണികളും കോൺട്രാക്ടർമാരുടെ താൽപ്പര്യപ്രകാരം മാറ്റാൻ ശ്രമിക്കുന്നതായാണ് BJP ആരോപിച്ചു. കൃത്യനിർവഹണം ചെയ്യുന്ന AEയെ യാതൊരു പരാതിയുമില്ലാതെ ഇരു രാഷ്ട്രീയ മുന്നണികളിലും കോൺട്രാക്ടർമാരുടെ താൽപ്പര്യപ്രകാരം സ്ഥലം മാറ്റാൻ തീരുമാനിച്ചതിനെതിരെയും കേന്ദ്ര പദ്ധതികളായ ആവാസ് യോജനയിലെ 60ഓളം പേർക്ക് ഗഡുക്കൾ കിട്ടുവാൻ വൈകുന്നത് കാരണം ഈ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ ഇവരിൽ പലരും മൈക്രോ ഫിനാൻസുകാരുടെ കടക്കണിയിലാണ്. ഇതിനെല്ലാതിരെയും പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും റോഡുകളിലെ അപകടകരമായിട്ടുള്ള കുഴികളും ശോചനീയാവസ്ഥയും സൂചിപ്പിച്ചും പഞ്ചായത്തിന്റെ സ്ഥലവും മുതലും സ്വകാര്യ വ്യക്തിക്കും സംഘടനകൾക്കും ഉപയോഗിക്കാൻ പഞ്ചായത്ത് അംഗങ്ങളുടെ അനുമതി നേടാതെ രാഷ്ട്രീയ പ്രേരണയിൽ കൊടുക്കുന്നതിനെതിരെയും മറ്റു വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയും പ്രതിഷേധം അറിയിച്ചു. BJP പഞ്ചായത്ത് സെക്രട്ടറി സുബീഷ് PS, മണ്ഡലം ജനറൽ സെക്രട്ടറി TK മോഹൻദാസ്, സോഷ്യൽ മീഡിയ കൺവീനർ സുഗിൽ, CR കണ്ണദാസ്, ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് രാമചന്ദ്രൻ കോട്ടായി, മെമ്പർമാരായ CR ശിവശങ്കരൻ, ആശാ പ്രസാദ്, ശ്രീജ K, കമ്മിറ്റി ഭാരവാഹികളായ വിനോദ് കുമാർ, V സുബ്രഹ്മണ്യൻ, പുളിനെല്ലി, രതീഷ്, സുധീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം പാലപ്പുറത്തെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറ് കത്തിനശിച്ചു. പാലപ്പുറം മുണ്ടഞ്ഞാറ ഷെയർസിൽ ശരത്തിൻ്റെ കാറാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശരത്തിന്റെ കുടുംബം ബാംഗ്ലൂരിലേക്ക് പോയതിനാൽ 20 ദിവസം മുൻപാണ് കാർ മുണ്ടഞ്ഞാറ ശ്രീശൈലത്തിൽ പ്രസാദിന്റെ വീട്ടിൽ നിർത്തിയത്. ഇവർ കഴിഞ്ഞ ശനിയാഴ്ച തിരിച്ചെത്തിയെങ്കിലും കാർ കൊണ്ടുപോയിരുന്നില്ല. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 പുകയും മണവും ഉയർന്നോടെ പ്രസാദും കുടുംബവും ഉണരുകയായിരുന്നു. അപ്പോഴേക്കും കാറിൽ പൂർണ്ണമായി തീ പടർന്നിരുന്നു. കാറും വീട്ടിലെ ജനലുകളും പൂർണ്ണമായി കത്തിനശിച്ചു. ഷൊർണൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജൂലൈ 21 ചന്ദ്രദിനം. ചന്ദ്രദിനത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ചന്ദ്രദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും മറ്റു അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ച് ഗണേശഗിരി സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ. വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം എല്ലാ മത്സരങ്ങളും പങ്കാളികളായി. വിവിധ പരിപാടികളോടുകൂടിയാണ് ഗണേശഗിരി സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളിൽ ചന്ദ്രദിനം ആഘോഷിച്ചത്. വർക്കിംഗ് മോഡൽ വാനനിരീക്ഷണം ശ്രദ്ധേയമായി. ദിനാചരണത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ചന്ദ്രദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. റോക്കറ്റ് നിർമ്മാണം, ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം, ക്വിസ് മത്സരം, ചന്ദ്രനെക്കുറിച്ചുള്ള പ്രസംഗം തുടങ്ങിയ പരിപാടികളാണ് ഒരുക്കിയത്. വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം എല്ലാ പരിപാടികളിലും പങ്കെടുത്തു.
ശാസ്ത്രബോധവും അന്വേഷണത്വരയും വളർത്തുന്നതിനും ബഹിരാകാശ ഗവേഷണത്തോടുള്ള താൽപ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദിനാചരണ പരിപാടികൾ സഹായകമായി. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ഓഗസ്റ്റ് 7, 8, 9 തീയതികളിൽ തിരൂരിൽ നടക്കുന്ന കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കേരള പ്രവാസി സംഘം പാലക്കാട് ജില്ലാ കൺവെൻഷൻ തീരുമാനിച്ചു. ജില്ലാ കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി പി സൈതാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസികൾക്ക് വേണ്ടി ഒരു വകുപ്പ് കേരള സംസ്ഥാനത്ത് കൊണ്ടുവരും. അതിനുശേഷം 2004 കേന്ദ്രത്തിൽ ഒരു പ്രവാസികാര്യ വകുപ്പുണ്ട്. അപ്പോ ഇപ്പൊ കേന്ദ്രത്തിൽ പ്രവാസികാര്യ വകുപ്പില്ല. അതിനെ ചുമതല വഹിക്കുന്നത് വിദേശകാര്യ. അപ്പൊ 96 നായനാർ ഉണ്ടാക്കിയ പ്രവാസി വകുപ്പും അന്ന് രൂപം കൊടുത്തുള്ള നോർക്വ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഏജൻസിയുമായി പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ പ്രവാസികാര്യ വകുപ്പാണ് ഇന്ത്യക്ക് പോലും ഒരു മാതൃക, പ്രവാസികളുടെ കാര്യത്തിൽ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതിനുശേഷം വരുന്നത് ഒന്നാമത്തെ അടുത്ത ഗവൺമെന്റ് വരുന്നത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ് 2006. ജില്ലാ പ്രസിഡന്റ് CP സൈതാലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MA നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K കൃഷ്ണദാസ്, VK ഉമ്മർ, ജില്ലാ ട്രഷറർ നന്ദിനി മോഹൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AP അഷ്റഫ് എന്നിവർ സംസാരിച്ചു. പരുത്തിപ്പള്ളി പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നടന്നുവരികയാണ്. കർക്കിടകം 1 മുതൽ 7 വരെ കഞ്ഞിപ്പാർച്ചയും പ്രമുഖ ആചാര്യന്മാരുടെ നടന്നു വരുന്നുണ്ട്. കർക്കിടകം 1 മുതൽ 7 വരെ കഞ്ഞിപ്പാർച്ച, പ്രമുഖ ആചാര്യന്മാരുടെ ഭക്തി പ്രഭാഷണം എന്നിവയും നടക്കുന്നുണ്ട്. ധർമ്മത്തിന് വേണ്ടി, ഭഗവാന് വേണ്ടി ജീവിതം ത്യജിച്ചാൽ ആ ജീവിതം കൃതാർത്ഥമാകും. ആ ജീവിതത്തിലൂടെ മറ്റ് പലരെയും കൃതാർത്ഥതയിലേക്ക് ഉയർത്താൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കും. ഇങ്ങനെ രാമായണത്തിലെ ഓരോ കാര്യങ്ങളും ഹനുമാനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വാക്കുകൾക്ക് അപരിമിതമായ ഒരു ഭാവമാണ് ഹനുമാന്റേത്. ഭക്തിയുടെ പരമമായ ഭാവമാണ് ഹനുമാനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ശക്തിയുടെ പരമമായ ഭാവം, ആത്മവിശ്വാസത്തിന്റെ പരമമായ ഭാവം, തന്റെ ഭഗവാന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായ ഒരു ഭാവം, ഇതെല്ലാം ഹനുമാനിൽ നമുക്ക് കാണാൻ സാധിക്കും. കർക്കിടകം 7 വിപുലമായ തോതിൽ അന്നദാനവും നടക്കുമെന്നും ക്ഷേത്രത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ ഭക്തരുടെ നിർലോഭമായ സഹകരണം ലഭിക്കുന്നുണ്ടെന്നും ക്ഷേത്രവക പുതുതായി നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിന് സംഭാവനയായും 15,000 രൂപ ഷെയറായും നിരവധി ഭക്തർ സഹകരിച്ചതായും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു. വളരെ വർഷങ്ങളായി ആചരിച്ചു കൊണ്ടുവരുന്ന കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 ദിവസത്തെ കഞ്ഞിപ്പാർച്ചയും 1 ദിവസം സദ്യയും ആയിട്ടാണ് ഇവിടെ പരിപാടികൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളെയും SLC, +2 അതുപോലെ കലാകായിക രംഗത്തുള്ള കുട്ടികളെയും ഈ ഒരു അവസരത്തിൽ പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങ് തുടങ്ങിയിട്ടും കുറേ വർഷങ്ങളായി. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള എല്ലാ ഭക്തർക്കും അവരുടെ ഏത് കാര്യവും സാധിക്കുവാനും അവരുടെ പ്രാർത്ഥനകൾ ഏത് പ്രാർത്ഥനയാണെങ്കിലും അത് വളരെ ഭംഗിയായി അവർക്ക് എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതാണ്. ഇവിടെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് അനുഭവങ്ങളുള്ള നിറയെ ഭക്തർ ഈ പ്രദേശങ്ങളിലുണ്ട്. അവരുടെ എല്ലാം കടാക്ഷം കൊണ്ടാണ് ഈ അമ്പലം ഇന്ന് ഈ പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഓരോ ആൾക്കാർ ചെറിയ ചെറിയ സംഭാവന തന്നിട്ട് സ്പോൺസറായിട്ടും പല കാര്യങ്ങളും നമ്മൾ ക്ഷേത്രത്തിൻ്റെ വികസനം തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടാണ്. മണ്ഡപം പണി കഴിഞ്ഞ് ഏറെക്കുറെ പണി കഴിക്കേണ്ട ഘട്ടത്തിലേക്കാണ്. അത് നല്ല സപ്പോർട്ടാണ് ആൾക്കാർ. അപ്പോൾ നല്ലൊരു ജനങ്ങളുടെ ഭാഗത്ത് നല്ല സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും നന്നായി നടക്കുന്നത്. ഈ ക്ഷേത്രം നിലനിൽപ്പ് വന്നായിട്ട് വളരെ കൊല്ലങ്ങളായി. എങ്കിലും ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഇത് ആവശ്യമായ എല്ലാ പ്രാർത്ഥനകളും പൂജകളും ഇവിടെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം വീണ്ടും 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 നല്ല ഒരു വിധത്തിൽ ഈ പൂജാതി കർമാദികൾ നടത്തണമെന്ന് അവരുടെ സഹായം നൽകിക്കൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 4.5 മാസമായി തദ്ദേശ വികസന ഫണ്ട് മുടങ്ങിയതോടെ പ്രാദേശിക വികസനവും നിശ്ചലമായെന്ന്
മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. തദ്ദേശ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ലീഗ് മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ നട്ടെല്ല് പണയം വെച്ചതായും മുൻ മന്ത്രി. സംസ്ഥാന സർക്കാർ തദ്ദേശ വികസന ഫണ്ട് അനുവദിക്കാത്ത മൂലം 1200 പഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നിശ്ചലമായതായും MP രാജേഷ്. ഷൊർണൂരിൽ മുനിസിപ്പാലിറ്റിയുടെ 4,53,00,000 വീതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെതിരെ CPM-ന്റെ പ്രതിഷേധം. സംസ്ഥാന സർക്കാരിൻ്റെ അടിമകളെല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈകാര്യം ചെയ്യുന്നവരെന്ന് P. മമ്മിക്കുട്ടി MLA. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് വാണിയംകുളത്തും ഒറ്റപ്പാലത്തും CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ. രാജ്യത്തെ മത്സര പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രോഫ് കോൺ ലീഡേഴ്സ് മീറ്റ്. PSC റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗന നിയമത്തിലെ കാലതാമസം ഒഴിവാക്കണമെന്നും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്കുള്ള താൽക്കാലിക ഉദ്യോഗ നിയമനങ്ങളിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരെ കണ്ടെത്താൻ നടപടി വേണമെന്നും ലീഡേഴ്സ് മീറ്റ്. AE അകാരണമായി സ്ഥലം മാറ്റാനുള്ള കോട്ടായി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത്. കൃത്യനിർവഹണം കൃത്യമായി പാലിക്കുന്ന AEയെ ഇരു മുന്നണികളും കോൺട്രാക്ടർമാരുടെ താൽപര്യപ്രകാരം മാറ്റാൻ ശ്രമിക്കുന്നതായും ആരോപണം. ഒറ്റപ്പാലം പാലപ്പുറത്തെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു. പാലപ്പുറം മുണ്ടന്തറ ശ്രേയസിൽ ശരത്തിന്റെ കാറാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.